കർത്താവിൻ്റെ വലിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. I give thanks to the name of God. ദൈവം നമ്മെ ഒരു പ്രത്യേകമായ കാലഘട്ടത്തിനു വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. The Lord is preparing us for a particular season. Amen. Amen. Hallelujah. Hallelujah. ദൈവം നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുക. The Lord is preparing us. ദൈവം തൻ്റെ പ്രവൃത്തി അയക്കുന്നതിൽ ഒട്ടും നേരത്തെയാകുന്നില്ല, ഒട്ടും വൈകുന്നതുമില്ല. In His work, He is never early or too late. Amen. നമുക്കാണ് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കാനുള്ള ആഗ്രഹമുള്ളത്. We are the ones who have the desire to make things happen quickly. എന്നാൽ ദൈവം നമ്മുടെ മേൽ സാധാരണമായുള്ള ഒരു കൃപാവരം പകരുന്നതല്ല ഈ ശുശ്രൂഷ. But in this ministry is not for God to impart to us some spiritual gifts. ഒരു കൃപാവരം, ഒരു സ്പിരിച്വൽ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആത്മാവിൻ്റെ ഒരു വരം പകരാൻ പ്രത്യേകിച്ച് നമ്മൾ ഒരുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. We don't have to prepare ourselves to receive the impartation of the spiritual gifts or the gift of the Holy Spirit. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് അവൻ അങ്ങ് കൊടുക്കുകയാണ്. To whom He desires, He just gives it. ആ കൃപാവരം ഉപയോഗിച്ച് അവൻ ശുശ്രൂഷിക്കുകയും ചെയ്യും. And that person will use that gift and work in the ministry. എന്നാൽ നാം വന്ന് നിൽക്കുന്നത് ഒരു കൃപാവര ശുശ്രൂഷയുടെ കാലഘട്ടത്തിലല്ല. But now we are not standing at the edge of a ministry of spiritual gifts. Yes, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളിലുള്ള ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. And yes, the working of the Holy Spirit, His ministry, His gifts is being operated in the church. നാം വന്നിരിക്കുന്നത് ദൈവസഭയുടെ അവസാന മണിക്കൂറുകളിലാണ്. But now we have come to the point, to the time of the end time of the church. ഒരു അന്ത്യകാല ഉണർവിൻ്റെ സമയത്താണ് നാം വന്നിരിക്കുന്നത്. We are standing at the end time revival. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളിലല്ല വെളിപ്പെടാൻ പോകുന്ന, മറിച്ച് ദൈവം തന്നെ വെളിപ്പെടുന്ന ഒരു കാലം. This is the season where not the Holy Spirit's gifts is manifesting, but God Himself is coming through. ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി നിൽക്കുന്ന കാലം. This is the era of God's glory coming by itself. ദൈവത്തിൻ്റെ കാബോദ്, ദൈവത്തിൻ്റെ ഷെക്കൈന ഗ്ലോറി, ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി നിൽക്കുന്ന ഒരു റിവൈവൽ. This revival we will see the glory of God, the kabod of God coming and standing here. Hallelujah. Hallelujah. ദൈവം തൻ്റെ സഭയെ സന്ദർശിക്കാൻ പോകുന്ന ഒരു കാലഘട്ടമാണ്. This is the season where God is going to touch or visit His church. Amen. Amen. ദൈവം തൻ്റെ സഭയെ സന്ദർശിക്കാൻ പോകുന്ന കാലഘട്ടമാണ്. God is going to visit His church in this season. ദൈവം അവൻ്റെ തേജസ് ദൈവസഭയുടെ മേൽ പകരുന്ന കാലഘട്ടമാണ്. This is the season where God is imparting His glory on His church. ദൈവം ആത്മാവാണ്. God is spirit. അവൻ നമ്മുടെ ശരീരത്തെ അവൻ്റെ മന്ദിരമാക്കി വസിക്കുകയാണ്. And He's dwelling in our body, making it His temple. അതിപ്പോൾ അങ്ങനെ തന്നെയാണ്. And it is the truth of as of now. എന്നാൽ ദൈവത്തിൻ്റെ ഗ്ലോറി ഓരോ വ്യക്തികളിൽ നിറയുന്ന ഒരു കാലഘട്ടം വന്നിരിക്കുക. But now the season has come where the glory of God is filled in each one of us. Hallelujah. Hallelujah. ആ ദൈവത്തിൻ്റെ കാബോദ് നമ്മളെ ഏൽപ്പിക്കണമെങ്കിൽ, നമ്മളൊരു ഗ്ലോറി കാരിയർ, തേജസ്സിൻ്റെ വാഹകരാക്കണമെങ്കിൽ അത്രമാത്രം ദൈവത്തിന് നമ്മെ ഒരുക്കേണ്ട ആവശ്യമുണ്ട്. Now if God wants to make us glory carriers, to impart His glory to us, He needs to prepare us to that standard. Amen. Amen. Hallelujah. Hallelujah. അങ്ങനെ ഒരു പ്രിപ്പറേഷൻ പീരീഡ്, അങ്ങനെ ഒരു ഒരുക്കത്തിൻ്റെ സമയമാണ് ഈ കാലഘട്ടം. Now we are in this time of preparation. We are in this period of preparing. നമ്മുടെ പ്രതീക്ഷ അത് ഇപ്പോൾ നടക്കുമെന്നാണ്. Our hope, our expectation is that it will happen now. അത് നമ്മുടെ വിശ്വാസമാണ്. And that is our faith. നമ്മൾ ഓരോ ദിവസം പ്രഖ്യാപിക്കുകയാണ്. And that is what we are declaring each day. എന്നാൽ ദൈവത്തിനെ അറിയത്തുള്ളൂ അവൻ്റെ മഹത്വം, അവൻ്റെ തേജസ് വഹിച്ചുകൊണ്ട് നടക്കുവാൻ നാം പ്രാപ്തരായോ ഇല്ലയോ എന്നുള്ളത്. But only God knows if we are able, we have come to the capacity to bear His glory or not. Amen. Amen. നിസ്സാരമായ കാര്യത്തെക്കുറിച്ചല്ല നാം പറയുന്നത്. We are not talking about mere things. ദൈവത്തിൻ്റെ തേജസ്സിനെ ചുമക്കുന്നവരാകാൻ വേണ്ടിയാണ്.
We are talking about becoming people who carry the glory of God. ഹല്ലേലൂയ. Hallelujah. അവർ നിൽക്കുന്നിടത്ത് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും. Where they will stand, the glory, the power of God will അവർ manifest. നടക്കുന്നിടത്ത് അന്ധകാര ശക്തികൾ തകർന്നു വീഴും. The realms of darkness will break down where in the path they walk. അവരുടെ കരങ്ങളിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. And through their hands, miracles and wonders will be performed. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. The dead will arise. കാരണം അവർ ദൈവത്തെ ചുമന്നുകൊണ്ട് നടക്കുന്നവർ, ദൈവത്തിന്റെ തേജസ്സിനെ വഹിക്കുന്നവരായി തീരുക. Because they are carrying God, they have become the carriers of the glory of God. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന്റെ തേജസ് നമ്മുടെ അകത്തും പുറത്തും ഒരുപോലെ നിറയുന്ന കാലഘട്ടം വരികയാണ്. The season is coming where the glory of God is filled in us and upon us. അകത്തെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഡിവൈൻ ക്യാരക്ടർ, ദൈവത്തിന്റെ ദിവ്യ സ്വഭാവം നമ്മിലേക്ക് തരികയാണ്. The glory of God in us means the divine nature and character of God being imparted to us. സ്വർഗ്ഗത്തിലെ ദൈവത്തെ വെളിപ്പെടുത്തുന്ന ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോകും. God is lifting up a generation that will show God, that will manifest God in this world. ഹല്ലേലൂയ. Hallelujah. യേശുവിനെ വെളിപ്പെടുത്തുന്ന, യേശു ഇന്നും ജീവിക്കുന്നു, യേശു ഇന്നും ജീവിക്കുന്നു എന്ന് ലോകത്തിന് തിരിച്ചറിയുന്ന ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോകും. God is lifting up a generation that will show this world that Jesus Christ is still alive today. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ ഇന്നും ഉണ്ടെന്ന് അവൻ ദൈവസഭയ്ക്ക് ലോകത്തിന് വെളിപ്പെടുത്തുന്ന ഒരു കാലഘട്ടം വന്നിരിക്കുക. This is the season where we will show the church and the world that the miracles, the wonders of Jesus is still operating today. ഹല്ലേലൂയ. Hallelujah. ദൈവം നമ്മളെ അതിനു വേണ്ടി കണ്ടിരിക്കുക. God has seen us for this very purpose. നമ്മൾ അതിനു വേണ്ടി And പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. we are praying for this very ആ purpose. പ്രാർത്ഥനയിലൊക്കെ ഞെരുക്കങ്ങളും ഇടുക്കങ്ങളൊക്കെ ഉണ്ടാകാം. We might face struggles and trials in these prayers, പക്ഷെ ദൈവം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. but the Lord is guiding us forward. ദൈവം കൃപ തരാതെ ആർക്കും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. Without God giving us His grace, no one here can pray. ഹല്ലേലൂയ. Hallelujah. ദൈവം കൃപ തരാതെ ആർക്കും ഉപവസിക്കാൻ പറ്റത്തില്ല. No one can fast without the grace of God. കഴിഞ്ഞ 3 വർഷമായി നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ്. If we have been praying this past 3 years, is only by the grace of God. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഇപ്പോൾ സഭ ഒരുമിച്ച് ഉപവസിക്കുകയാണല്ലോ. Now in this moment the church is fasting together. ഒരു ദിവസം 2 ദിവസമൊക്കെ ആഴ്ചയിൽ ഫാസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. And here we have people who are fasting a day or 2 in a week. നിങ്ങൾ അതിൽ തുടരുക. Please continue in that. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും വരെ നമ്മൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ആരാധനയിലും തുടരാൻ പോവുകയാണ്. We are going to continue in prayers, fasting and worship till the work of God is revealed in our midst. ദൈവം അതിനായി നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുക. And He is preparing us for this purpose. ചരിത്രത്തിൽ എല്ലാ കാലങ്ങളിലും ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ അന്ന് പ്രാർത്ഥിച്ചവർ വളരെ ചുരുക്കമായിരുന്നു. When we look into history, wherever God had to reveal a great work in the midst of the people, there were only a few people who prayed. ഒരാളാണ് പ്രാർത്ഥിച്ചത്. Perhaps it is one person who prayed. ഒരു ചെറിയ കൂട്ടമാണ് പ്രാർത്ഥിച്ചത്. Or perhaps it was a small group who prayed. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി വലിയ കൂട്ടത്തിന് ആവശ്യമില്ല. There's no need of a great number of people for the work of God to be manifest. Amen. Hallelujah. ദൈവത്തിന്റെ ആഗ്രഹപ്രകാരം സമർപ്പിക്കപ്പെടുന്ന വ്യക്തികളിലൂടെ ദൈവം പ്രവർത്തിച്ചിരിക്കും. God will work through the people who have submitted themselves in His presence. ഹല്ലേലൂയ. Hallelujah. അങ്ങനെ ആഴത്തിലുള്ള ഒരു സമർപ്പണത്തിലേക്ക് ദൈവം നമ്മുടെ ഹൃദയങ്ങളെ തിരിച്ചുകൊണ്ടിരിക്കുക. And God is guiding, is turning our hearts to such deep submission. ഹല്ലേലൂയ. Hallelujah. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ നിമിഷവും നമ്മുടെ ഹൃദയത്തെ സമർപ്പിക്കുക എന്നുള്ളതാണ്. The only one thing we can do right now is to submit our heart to God every day and every second of our life. അല്പം കഴിയുമ്പോൾ നമ്മൾ സമർപ്പിച്ചു എന്ന കാര്യം നമ്മൾ തന്നെ മറന്നുപോകും. After some time, we ourselves will forget that we have submitted ourselves to God. നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങും. We will start operating in our intelligence. നമ്മുടെ കഴിവിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. We will start working through our own abilities. പെട്ടെന്ന് അകത്ത് ദൈവ സാന്നിധ്യം നഷ്ടപ്പെടും.
And then suddenly we experience the loss of the presence of God നമുക്ക് within us. മനസ്സിലായി നമ്മൾ ചെയ്യുന്നത് ജഡത്തിലാണെന്ന്. And we come to the understanding that what we were been doing is in the flesh. നമ്മൾ ബുദ്ധിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് മനസ്സിലായി. We understand that we were doing things according to our mind. അടുത്ത ക്ഷണം മടങ്ങി വന്ന് വീണ്ടും സമർപ്പിക്കുകയാണ്. So the next minute we come back and we are submitting once again. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. This is a continuous loop. ഒരു കാലം കഴിയുമ്പോൾ നമ്മുടെ മനുഷ്യൻ നമ്മുടെ ജീവിതത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം ഏറ്റെടുക്കും. But after a short period of time, the Holy Spirit is going to take the complete reign over our soul. Amen. Amen. ഇപ്പോൾ മിക്കപ്പോഴും നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ നടക്കുന്നത്. Right now, most of the times we are walking according to our own mind. നമ്മുടെ ചിന്തയ്ക്കൊത്ത് നടക്കുക. We are walking according to our own thoughts. അത് വേണ്ട എന്ന് നമുക്കറിയാം. We know we should not be doing that. നമ്മൾ ദൈവത്തിന്റെ വഴിയിൽ നടക്കേണ്ടവരാണ്. We are ones who are supposed to walk in the way of God. ദൈവത്തിന്റെ ഹിതത്തിൽ മാത്രം നടക്കേണ്ടവരാണ്. We are ones supposed to walk only according to the heart of God. ദൈവത്തിന്റെ ഹിതം മാത്രം ചെയ്യേണ്ടവരാണ്. We are ones who are supposed to do only the will of God. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് മാത്രം നടക്കേണ്ടവരാണ്. We are supposed to walk obeying the Holy Spirit. നമുക്ക് നന്നായിട്ട് അറിയാം. We know this very clearly. നമ്മൾ ഉറക്കത പറയാറുണ്ട്. And we declare it loudly. അതിനുവേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. And we pray for it. അടുത്ത ക്ഷണം മറന്നു പോകും. But the next moment we tend to forget നമ്മൾ it. വീണ്ടും ജഡത്തിൽ നടക്കാൻ തുടങ്ങും. And we begin again to walk in the flesh. നമ്മുടെ ബുദ്ധിക്കൊത്തവണ്ണം ചിന്തയ്ക്കൊത്തവണ്ണം പ്രവർത്തിക്കാൻ തുടങ്ങും. And we begin to work in our life according to our mind and thoughts. നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് ബോധ്യം തരും. നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് ആ സാന്നിധ്യത്തെ പിൻവലിക്കുമ്പോൾ നമുക്ക് കാര്യം ബോധ്യമാകും. And the Holy Spirit will withdraw His presence from our heart and make us understand we are not in His way. നമ്മൾ വീണ്ടും കർത്താവിലേക്ക് മടങ്ങി വരും. And we come back again to the Lord. നമ്മൾ വീണ്ടും സമർപ്പിക്കും. And we submit once again. വളരെ വേഗത്തിൽ ആത്മാവിൽ മാത്രം നടക്കുന്ന, ആത്മാവിൽ മാത്രം ജീവിക്കുന്ന ഒരു തലത്തിലേക്ക് പരിശുദ്ധാത്മ നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുക. The Holy Spirit is giving us the growth till we reach the place where we will not fully be submissive in His presence. Hallelujah. 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 നമ്മൾ ഈ 40 days ഫാസ്റ്റിംഗിൽ കാണുന്ന ഒരു പ്രധാന വിഷയം ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഹിതം തിരിച്ചറിയുക എന്നതാണ്. The most important point we are seeing in this fasting is that to know the perfect will of God. Hallelujah. Hallelujah. ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഹിതം നമ്മൾ അറിഞ്ഞിരിക്കണം. We should know the perfect will of God. അതിനകത്ത് ജീവിക്കാൻ പരിശുദ്ധ ആത്മാവ് നമ്മളെ ഇപ്പോൾ അഭ്യസിച്ചു കൊണ്ടിരിക്കുക. And the Holy Spirit is now training us to walk according to the perfect will of God. Hallelujah. Hallelujah. സമ്പൂർണ്ണമായ ഹിതം തിരിച്ചറിയണമെങ്കിൽ നമ്മൾ സമ്പൂർണ്ണമായും പരിശുദ്ധാത്മാ നടക്കാൻ തുടങ്ങണം. If we have to realize the perfect will of God, we have to fully walk according to the Holy Spirit. ദൈവത്തിൻ്റെ വചനം ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വെളിപ്പാട് വരെ എഴുതി വച്ചിരിക്കുന്ന സകല വചനങ്ങളും ദൈവത്തിൻ്റെ ഹിതമാണ്. Every scripture written from book of Genesis till the last book Revelation, it is the will of God. ദൈവത്തിൻ്റെ കൽപ്പനകൾ ഉൽപ്പത്തി തുടങ്ങി വെളിപ്പാട് വരെയുള്ള സകല കൽപ്പനകളും ദൈവത്തിൻ്റെ ഹിതമാണ്. All the commandments we see from book of Genesis to the book of Revelation, it is the will of God. ഉൽപ്പത്തി തുടങ്ങി വെളിപ്പാട് വരെയുള്ള സകല വാഗ്ദത്തങ്ങളും ദൈവത്തിൻ്റെ ഹിതമാണ്, ഇഷ്ടമാണ്. All the promises from book of Genesis to the book of Revelation, it is the will of God. നമ്മൾ പരിശോധിക്കണം. We have to examine. അത് പരിശോധിച്ച് പ്രാപിക്കണം. We have to go through it and receive from it. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിൻ്റെ ഹിതം അവൻ എല്ലാം തന്നെ എഴുതി വച്ചിരിക്കുക. He has written down all His will. അത് നമ്മൾ നിരന്തരം കൈകാര്യം ചെയ്യണം. We have to be continuously living in that. എങ്കിലേ നമ്മുടെ മനസ്സ് പുതുകി വരത്തുള്ളൂ. Only by that can we renew our mind. ആ മനസ്സ് പുതുകി വന്നെങ്കിലേ ദൈവത്തിൻ്റെ ഹിതം അറിയാൻ പറ്റത്തുള്ളൂ. And only if our mind is being renewed is that when we can understand the perfect will of God. ദൈവത്തിൻ്റെ ഹിതം അറിയുന്നതിലൂടെയാണ് മനസ്സ് പുതുകുന്നത്. And it is through the understanding of the will of God is when our mind is being renewed. മനസ്സ് പുതുകുന്ന അനുസരിച്ച് നമ്മൾ അധികമായി ദൈവത്തിൻ്റെ ഹിതം അറിയും. And the more our mind is being renewed, the more we will come to the understanding of the perfect will of God. ഹല്ലേലൂയ. Hallelujah. അതായത് പരിശുദ്ധ ആത്മാവ് ഓരോ വചനങ്ങളും നമുക്ക് പ്രകാശിപ്പിച്ചു തരണം. It means that the Holy Spirit should enlighten every scripture for us. ഓരോ തിരുവെഴുത്തുകളും നമുക്ക് വെളിപ്പാടായി തീരണം.
Every holy scripture should become a revelation to us. ഓരോ വിശുദ്ധ തിരുവെഴുത്തുകളും നമ്മുടെ അകത്ത് ജീവനായി ആത്മാവായി ഇറങ്ങി വരണം. All the scriptures written in this book should come in our life as the life, in our heart as the life and the spirit of God. ഓരോ തിരുവെഴുത്തുകളും ഈ വേദപുസ്തകത്തിന്റെ പേജുകളെ വിട്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് വാസമാരംഭിക്കണം. Every scripture which is written in this book should leave its pages and come make their home in our heart. എത്രത്തോളം വചനം അങ്ങനെ വരുന്നുവോ അത്രത്തോളം നമ്മൾ ദൈവത്തിന്റെ ഹിതത്തെ അറിഞ്ഞുകൊണ്ടിരിക്കും. How much more this scripture, the word, comes to dwell in our heart, the more we will know the perfect will of God. ഒരു സാധാരണ വായനയിലോ സാധാരണ പഠനത്തിലോ ഇതൊന്നും നമ്മൾ തിരിച്ചറിയത്തില്ല. Just through a mere reading of the scriptures, we will not be able to realize any of this. ഹല്ലേലൂയ. Hallelujah. പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയെങ്കിലേ ദൈവത്തിന്റെ ഹിതം ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ച ദൈവത്തിന്റെ ഹിതം അറിയാൻ കഴിയത്തുള്ളൂ. Only if the Holy Spirit revealed to us, only then we can understand the will of God being written here. ഹല്ലേലൂയ. Hallelujah. രണ്ടാമതായി നമ്മുടെ ഓരോ നിമിഷവും നാം നടക്കേണ്ട ഒരു ആത്മീയ ജീവിതമുണ്ട്. And secondly, there is a life we need to live every second. നാം A ഓരോ spiritual life. നിമിഷവും ജീവിക്കേണ്ട ഒരു ജീവിതമുണ്ട്. There's a life we are supposed to live in our day-to-day lives. ആ എല്ലാ കാര്യങ്ങളും പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. Things concerning this day-to-day life is not written in this book, പക്ഷെ അതെല്ലാം നമ്മുടെ ആത്മാവിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിലുണ്ട്. but it is all in the Holy Spirit who dwells in our spirit. ഞാൻ ഈ മണിക്കൂറിൽ എന്ത് ചെയ്യണം? What I should be doing in this very hour. ഞാൻ ഏത് ജോലിക്ക് പോകണം? Where should I go? What job should I do? ഞാൻ ഏത് സ്ഥലത്ത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകണം? To which land should I go for the ministry? ഞാൻ ഏത് കോഴ്സ് പഠിക്കാൻ വേണ്ടി എടുക്കണം? What course should I select for my education? അതെല്ലാം എന്നെ നയിക്കുന്ന അതിൽ ആ ദൈവത്തിന്റെ ഹിതമെല്ലാം വെളിപ്പെടുത്തുന്ന പരിശുദ്ധ ആത്മാവ് നമ്മുടെ അകത്തുണ്ട്. The will of God concerning all these matters, it is in the Holy Spirit. ആ പരിശുദ്ധാത്മാവിൽ നടക്കാൻ അഭ്യസിക്കപ്പെടണം. And we have to train ourselves, discipline ourselves to walk according to the Holy Spirit. അങ്ങനെ പരിശുദ്ധാത്മാവിൽ നടക്കുകയും And likewise, when we walk in the Holy Spirit, പരിശുദ്ധാത്മാവിനെ കേൾക്കുകയും ചെയ്യുമ്പോൾ and when we hear the Holy Spirit, നാം ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയാൻ തുടങ്ങും. we will begin to realize the perfect will of God. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ എഴുതപ്പെട്ട വചനത്തിലൂടെയും So through the written word അകത്തു വസിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെയും and through the Holy Spirit that dwells within us, ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതം നാം തിരിച്ചറിയും. we will be able to realize or understand the perfect will of God. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത്? So what are we praying for? പ്രാർത്ഥനയുടെ ആവശ്യം എന്താണ്? What is the need of prayer? ദൈവഹിതം തിരിച്ചറിയാൻ വേണ്ടിയാണ്. It is to know the will of God. നമ്മുടെ ഹിതം സ്വർഗത്തിൽ നടപ്പാക്കാൻ വേണ്ടി അല്ല പ്രാർത്ഥിക്കുന്നത്. We are not praying that our will should be fulfilled in heaven. പക്ഷെ ദൈവത്തിന്റെ ഹിതം സ്വർഗത്തിലെ പോലെ നമ്മിൽ നടപ്പാകാൻ വേണ്ടിയാണ് But പ്രാർത്ഥിക്കുന്നത്. we are praying that the will of God will be fulfilled on earth as it is in heaven. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന്റെ ഹിതം നമ്മൾ നടക്കണം. We have to walk in the will of God. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ രീതിക്കൊരു മാറ്റം വരുത്തണം. So we have to bring a change to our prayer. കുറേ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുന്നതിന് പകരം Instead of giving out all our requests before God, ദൈവത്തിന്റെ ഹിതം ചോദിക്കുക. we have to ask what the will of God is. ആ ദൈവത്തിന്റെ ഹിതം അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. Pray that we may know His will. ആ ദൈവത്തിന്റെ ഹിതം അവൻ നമ്മുടെ അകത്ത് വെളിപ്പെട്ട് വരുമ്പോൾ And when the will of God is revealed in your heart, നമ്മുടെ പ്രാർത്ഥന താങ്ക്സ് ഗിവിംഗ് ആയി സ്തോത്രമായി മാറും. your prayer will turn into a prayer of thanksgiving. കാരണം നമ്മൾ ദൈവത്തിന്റെ ഹിതം കണ്ടുപിടിച്ചു. Because now you have found the അത് will of നടന്നിരിക്കും. God, and it will happen. കാരണം ദൈവത്തിന്റെ ഹിതമാണ്. Because it is the will of God. അവന്റെ സമ്പൂർണ്ണ ഹിതമാണ്. Because it is the perfect will of God. അതിന് സ്തോത്രം ചെയ്യാൻ തുടങ്ങും. And we will begin to give thanks for it. അത് നമ്മുടെ ജീവിതത്തിൽ ആക്ഷരികം വെളിപ്പെടാൻ തുടങ്ങും. And it will begin to manifest in our life, in our practical life. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ദൈവത്തിന്റെ ഹിതത്തിൽ നടന്ന ദൈവത്തിന്റെ വഴിയിൽ നടന്ന അബ്രഹാമിനെ കുറിച്ച് അല്പകാര്യം പറഞ്ഞു. Last week I spoke a bit on Abraham, the man who walked according to the heart of God. ഇന്നും ഇസ്രായേൽ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നത് ആ അബ്രഹാം എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ദൈവത്തിന്റെ വഴിയിൽ നടന്നതുകൊണ്ടാണ്. It is because of that one man, Abraham, who obeyed the heart of God. That is why the people of Israel is still blessed today.
Amen. Amen. അബ്രഹാം ദൈവത്തിന്റെ വഴികളിൽ തന്നെ നടന്നു. Abraham walked in the ways of God. അവന്റെ ഓരോ തലമുറകളെയും അനുഗ്രഹിക്കുമ്പോൾ വചനം പറഞ്ഞിരിക്കുക, അബ്രഹാമിനെ ഓർത്തിട്ട് ദൈവം അവന്റെ ഓരോ തലമുറകളെ അനുഗ്രഹിക്കുക. When God was blessing each one of his generations, he said, like in remembrance of Abraham. ഞാൻ സങ്കീർത്തനത്തിൽ ഒരു വാക്യം ഇന്ന് കണ്ടു. I saw a scripture today in the book of Psalms. ഞാൻ നോട്ട് ചെയ്തില്ല, അത് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഹല്ലേലൂയ. ഓ ജീസസ്. 105 സങ്കീർത്തനം 42 വാക്യം. We are in book of Psalms chapter 105. 105 സങ്കീർത്തനം 42 വാക്യം. Verse 42. അവൻ തൻ്റെ വിശുദ്ധ വചനത്തെയും തൻ്റെ ദാസനായ അബ്രഹാമിനെ ഓർത്തു. For he remembered his holy promise and Abraham his servant. ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ കൂടെ നടത്തുന്ന വിധങ്ങളെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ വിവരിച്ചിട്ട് പറയുകയാണ്, ഇസ്രായേൽ മക്കളെ ഇങ്ങനെ സമൃദ്ധിയായി മരുഭൂമിയിലൂടെ നടത്താൻ കാരണം ദൈവം അബ്രഹാമിനെ ഓർത്തിട്ടാണ്. This chapter is talking about the ways God is leading the Israel people through the wilderness, and here that writer is saying it is because he remembered Abraham. Amen. അബ്രഹാമിനോട് പറഞ്ഞ വിശുദ്ധ വചനമുണ്ട്. There is a holy promise God gave to Abraham. അബ്രഹാം ദൈവത്തിന്റെ സകല വഴികളിൽ നടന്നു. And Abraham walked in all the ways of God. അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന പേരിന് അർഹനായി. He got the name that he is the friend of God. അത് കൊച്ചു കാര്യമാണോ? Is it a small thing? ഹലോ, നമുക്ക് ഈ ദൈവത്തെക്കുറിച്ച് അല്പം മാത്രമേ കാഴ്ചപ്പാടുള്ളൂ. We have a small view of God. സർവ പ്രപഞ്ചത്തിലും നിറഞ്ഞിരിക്കുന്ന ദൈവം. God is the one who fills the whole universe. Amen. Amen. അത് നമ്മുടെ ഈ കുഞ്ഞു ബുദ്ധിക്കൊന്നും ഗ്രഹിക്കാൻ പോലും കഴിയത്തില്ല. It's beyond the comprehension of our small brain. ദൈവം നേരിട്ട് പറയുന്നു, ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ. The Lord himself spoke, the one who fills the entire heaven and the earth. ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ എന്ന് ദൈവം തന്നെ കുറിച്ച് പറയുന്നു. He spoke of himself that he fills the whole earth and heavens. സർവശക്തനായ ദൈവം, The almighty God, സർവജ്ഞാനി, the all knowing God, omniscient God, സർവവ്യാപി, all omnipresent God. ഈ ഒരു ദൈവം പറയാണ്, ഈ അബ്രഹാം എൻ്റെ ഫ്രണ്ട് ആണെന്ന്. And this God is saying, this man Abraham is my friend. സാധാരണ നമ്മൾ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡിന് പറ്റിയവരാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. Usually when we select our friends, we choose them according to our standard. ശരിയല്ലേ? Is that true? അതെ, It is true. ഇത്ര വലിയ മഹാദൈവം ഒരു സാധാരണ മനുഷ്യരോട് പറയാ, നീ എൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ ഫ്രണ്ടാണ്. And now this great God is telling to a mere man, you are my friend. ഹലോ, നമ്മളൊന്ന് ചിന്തിക്കണം. അത് We have to think about it. എന്താ കാരണം? What is the reason? ദൈവത്തിൻ്റെ സകല വഴികളിലും അബ്രഹാം നടന്നു. Because Abraham walked in all the ways of God. അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന പേരിന് അർഹനായി. And he got the name that he is the friend of God. ആ അബ്രഹാമിനെ ഓർത്തിട്ടാണ് ഇസ്രായേലിനെ, അബ്രഹാമിൻ്റെ സന്തതികളെ ദൈവം അനുഗ്രഹിക്കുന്നത്. And now because he remembers Abraham, he blesses the people of Israel. സത്യത്തിൽ ദൈവത്തിന് അനുഗ്രഹിക്കേണ്ടത് ഇസ്ഹാക്കിലൂടെയുള്ള സന്തതികളെയാണ്. In truth, God wants to bless the descendants through Isaac. അപ്പോൾ അന്ന് അബ്രഹാമിന് മക്കളില്ല. But that time Abraham did not have children. സാറായിൽ മക്കളില്ല. Sarah did not have children. ഹാഗാറിൽ ഇഷ്മായിൽ ഉണ്ടെന്ന്. They had Ishmael through Hagar. അപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്ന നിന്റെ മകൻ നിന്റെ സാറാ പ്രസവിക്കുന്ന മകനിലൂടെയാണ്. And when God spoke to Abraham, he said, I'm going to bless you through the son Sarah will bear you. അപ്പോൾ അബ്രഹാം ചാടിക്കേറി പറഞ്ഞു, അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. And then Abraham was quick to say that won't be happening. ഇഷ്മായിൽ അങ്ങനെ ജീവിച്ചാൽ മതി.
Let, ഇസ്മായിൽ മതി. let Ishmael live before you. ദൈവം അല്ല, But God said, no, സാറ മകനെ പ്രസവിക്കും, Sarah will bear you a son. ഞാൻ അവനിലൂടെയാണ് നിന്റെ സന്തതി അനുഗ്രഹിക്കാൻ And പോകുന്നത്. through that son, I will bless your descendants. എന്നാൽ ഇസ്മായിലിനെ കുറിച്ചുള്ള നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു, But I've heard your prayer regarding Ishmael. ഞാൻ അവനെ അനുഗ്രഹിച്ചോളാം. I will also bless him. ഇസ്മായിലിനെ അനുഗ്രഹിക്കാൻ വേണ്ടി പുള്ളി പറഞ്ഞൊന്നുമല്ല, Abraham was not talking about blessing Ishmael. അവിശ്വാസം കൊണ്ട് പറഞ്ഞ കാര്യമാണ്. He spoke it out of unbelief. നിങ്ങളുടെ വാക്ക് ഗ്രഹിച്ചില്ല. Have you understood my word? ദൈവം പറയുകയാണ്, നിന്റെ ഭാര്യയായ സാറായിലൂടെ ഒരു സന്തതി ഉണ്ടാകും, അവരെയാണ് ഞാൻ അനുഗ്രഹിക്കാൻ പോകുന്നത്. God is saying to Abraham, your wife Sarah will bear you a son, and through him your descendants will be blessed. അത് അങ്ങേർക്ക് അപ്പോൾ വിശ്വാസമായില്ല കേട്ടപ്പം. But when he heard that, he was not believing it. പുള്ളി അറിയാതെ പറഞ്ഞു, ഇസ്മായിൽ മതി, ഇവനെ അനുഗ്രഹിച്ചാൽ മതി. So he said impulsively that Ishmael, let him be. അപ്പോൾ അവിശ്വാസം കൊണ്ടാണല്ലോ ആ വാക്ക് പറഞ്ഞത്. So he spoke that word out of unbelief. ദൈവം അതങ്ങ് സ്വീകരിച്ചു. But God received that. ഞാൻ അവനെ അനുഗ്രഹിച്ചേക്കാന്ന്. He said, I will also bless Ishmael. എന്താ കാര്യം? What is the reason? അബ്രഹാം ദൈവത്തിന്റെ സകല വഴികളിൽ നടന്നു. Because Abraham walked in all the ways of God. നമ്മൾ ദൈവത്തിന്റെ വഴികളിൽ നടന്നാൽ മതി, അനുഗ്രഹം നമ്മുടെ പുറകിലേക്ക് വരും. We just have to walk in the ways of God, and all the blessings will be following after us. 25 വർഷം എടുത്തു അബ്രഹാം അത് തെളിയിക്കാൻ വേണ്ടി. But it took 25 years for Abraham to prove it. ആമേൻ. Amen. ദൈവം അവനെ വ്യത്യസ്തമായ പരിശോധനയിലൂടെ നടത്തി. God put Abraham through a lot of different tests. അപ്പോൾ 25 വർഷം എടുത്തു ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന സർട്ടിഫിക്കറ്റ് കിട്ടാൻ. So it took him 25 years to receive the certificate of friend of God. ഹലോ, നമുക്കെല്ലാം ഇൻസ്റ്റൻ്റാണ്, ഇന്ന് കിട്ടണം, ഇപ്പം കിട്ടണം. ഒന്ന് പ്രാർത്ഥിച്ചു തന്നേ പറ്റൂ, ഇല്ല ഞങ്ങൾ പോകും, പിന്നെ ഇങ്ങോട്ട് വരത്തില്ല. For us it is all instant. If I pray today, I need today, or else I'm leaving. ആമേൻ. എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെങ്കിലുണ്ടല്ലോ കൃത്യമായ പരിശോധനയുണ്ട്. If you want to receive anything from the Lord, there is a clear path of test. പരിശോധന വളരെ വേദനാജനകമാണ്. And these tests are very burdensome or painful. ആ സമയത്ത് പലരും അങ്ങ് വിട്ടു മാറിപ്പോവും. And many of us, we just abandon it and leave. നമ്മൾ നിൽക്കുവാൻ കൃപ പ്രാപിക്കണം. But we need to receive the grace to stand. നമ്മൾ ആഗ്രഹിക്കാത്ത ചിന്തിക്കാത്ത പ്രതികൂലങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. The trials will come which we have not even imagined. പക്ഷെ നമ്മൾ കൃപയിൽ നിൽക്കണം. But we have to stand in the grace of God. നമ്മുടെ വിശ്വാസം തെളിയിക്കണം. And we have to prove our faith. ഹല്ലേലൂയ. Hallelujah. അബ്രഹാം തെളിയിച്ചു. Abraham proved his faith. ദൈവത്തിന് സ്നേഹിതനായി മാറി. And he became the friend of God. ആ അബ്രഹാമിനെ ഓർത്തിട്ട് ദൈവം അവന്റെ തലമുറ അനുഗ്രഹിക്കുക. And now he is blessing all his descendants in remembering Abraham. ഇനി ഒരു ബ്യൂട്ടിഫുൾ മനോഹരമായ വാക്യം കൂടെ കാണിക്കാം. And I want to show you a very beautiful scripture. ആക്ച്വലി എനിക്കിന്ന് മോശ ദൈവത്തിന്റെ വഴിയിൽ നടന്ന കാര്യമാണ് പറയാൻ ഞാൻ ആഗ്രഹിച്ചത്. In truth, I was going to speak about Moses walking in the ways of God. അതായിരുന്നു പറയേണ്ടത്. That was what I was supposed to share. അടുത്ത ആഴ്ച പറഞ്ഞുകൊള്ളാം. But I will share that next week. ഈ വാക്യം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. We are going to read this scripture and conclude our message. ലൂക്കോസിന്റെ സുവിശേഷം The Gospel of Luke, അതിന്റെ 1-ാം അധ്യായം chapter 1. അതിന്റെ 75-ാം വാക്യം 75. Luke chapter 1 verse 75. ഓക്കെ, അത് മുകളിൽ തുടങ്ങി വായിച്ചെങ്കിൽ ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. We will be able to understand the scripture only if we read from the context. ഞാൻ ആദ്യം ആ വാക്യം 75 വായിച്ചിട്ട് മൊത്തം വായിക്കാം. But now we will read first the verse 75 and then we'll read it. അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തൻ്റെ വിശുദ്ധ നിയമവും ഓർത്തത് കൊണ്ടുമാകുന്നു. കണ്ടോ, ബിഗിനിങ് ആയിരിക്കും അത്. Verse 73. വായിച്ചോ. The oath which he swore to our father Abraham. Okay, 72. To perform the mercy promised to our fathers and to remember his holy covenant. The oath which he swore to our father Abraham. കേൾക്കണേ, അതായത്
ബാക്കി മലയാളത്തിൽ 71 വായിക്കണം. In Malayalam, we need to read from 71. തൻ്റെ ദാസനായ ദാവീദിൻ്റെ ഗ്രഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത്. In English, verse 69, and has raised up a horn of salvation for us in the house of his servant David. ഇത് സെക്കര്യാവിൻ്റെ പ്രവചനമാണ്. This is the prophecy of Zechariah. യേശുവിന് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ സ്നാപകന് പേരിട്ട ശേഷം അദ്ദേഹം നടത്തുന്ന പ്രവചനമാണിത്. After naming his son who is going to be the forerunner of Jesus, it is his prophecy. ഓക്കെ, ദാവീദിന്റെ ഗ്രഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു. And has raised up a horn of salvation for us in the house of his servant David. യേശുവിനെ തന്ന കാര്യം പറയാ, യേശുവിനെ തരാൻ പോകുന്ന കാര്യം പറയാ. He's talking about the giving of Jesus. അതിന് കാര്യം പറയാ. He's giving the reason. പറയാണ്, നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് നാം രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തൻ്റെ വിശുദ്ധ നിയമവും ഓർത്തതുകൊണ്ടുമാകുന്നു. To perform the mercy promised to our fathers and to remember his holy covenant, the oath which he swore to our father Abraham, to grant us that we, being delivered from the hand of our enemies, might serve him without fear in holiness and righteousness before him all the days of our life. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? Have you understood anything? ഒന്നും മനസ്സിലായില്ല. അബ്രഹാമിനോട് ദൈവം ഒരു വിശുദ്ധ നിയമം ചെയ്തു. God gave a holy oath to Abraham. ഒരു ഉടമ്പടി ചെയ്തു. He came to a covenant with Abraham. ആ വിശുദ്ധ നിയമം എവിടെയാണെന്ന് നമ്മൾ ഉൽപ്പത്തിയിൽ വായിച്ചാൽ കാണത്തില്ല. If we read the book of Genesis, we might not find this covenant. അതവിടെ എഴുതി വെച്ചിട്ടില്ല. It is not written there. പക്ഷേ ദൈവം അബ്രഹാമിനോട് ഒരു വിശുദ്ധ നിയമവും സത്യവും ചെയ്തു. But God has given a covenant and an oath to Abraham. അതെന്താണ്? What is that? ദാവീദിന്റെ ഗ്രഹത്തിൽ ഒരു രക്ഷയുടെ കൊമ്പിനെ നമുക്ക് തരുമെന്ന്. That he will raise up a horn of salvation in the house of David. അവൻ ചെയ്യുന്ന കുറേ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. And he lists out many things which God will do. അവിടെ കുറേ കാര്യം പറഞ്ഞിട്ടുണ്ട്. There's a lot of things written here. നാം ഭയം കൂടാതെ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തെ ആരാധിപ്പാൻ കൃപ നൽകാമെന്ന് ദൈവം അന്ന് അബ്രഹാമിനോട് പറഞ്ഞിട്ടുണ്ട്. God had promised Abraham in that day that he will grant us that we, being delivered from the hands of our enemies, might serve him without fear in holiness and righteousness before him in all the days of our life. അപ്പോൾ ഇപ്പോൾ യേശുവിനെ തരാൻ കാര്യം എന്താ? So what was the reason for giving us Jesus? അബ്രഹാമിനെ ഓർത്തിട്ടാ. Because he remembered Abraham. ഹലോ, അബ്രഹാമിനെ ഓർത്തിട്ടാണ് ഇപ്പോൾ യേശുവിനെ തരുന്നത്. God remembered Abraham and gave us Jesus. ഇതൊന്നും നമുക്ക് അറിയത്തില്ല, അറിയാമോ? We do not know all these കാരണം things ഉൽപ്പത്തിയിൽ അതൊന്നും പറഞ്ഞിട്ടില്ല. because it is not spoken of in the book of Genesis. സെക്കര്യാവ് പറഞ്ഞു, But Zechariah prophesied it. കൂടെ യേശുവും പറഞ്ഞു. And along with him, Jesus also യേശു prophesied. എന്ത് പറഞ്ഞു? What did Jesus say? അബ്രഹാം എൻ്റെ ദിവസം കാണുമെന്ന് അറിഞ്ഞിരുന്നു. That Abraham rejoiced to see my day. ഇപ്പോൾ കണ്ടുമിരിക്കുന്നു. And he has seen it now. ആമേൻ. Amen. യേശു കർത്താവ് യഹൂദന്മാരോട് പറയുകയാണ്, ഞാൻ വരുമെന്ന്, എൻ്റെ ദിവസം ഉണ്ടാകുമെന്ന്, എന്നെ കാണുമെന്ന് അബ്രഹാമിന് അറിയാമായിരുന്നുവെന്ന്. Jesus Christ was speaking to the Jews that Abraham knew that Jesus is coming, that his day is coming. ഇപ്പോൾ കണ്ടുമിരിക്കുന്നു. And he's seen it. കണ്ട് സന്തോഷിച്ചിരിക്കുന്നു. And he's rejoicing. കണ്ടോ? അത് ഉൽപ്പത്തിയിൽ രേഖപ്പെടുത്തിയിട്ടില്ല. It is not written down in the book of Genesis. സെക്കര്യാവിലൂടെ ആത്മാ പറയുന്നു. But the Spirit spoke through Zechariah. യേശു നേരിട്ട് പറയുന്നു. And Jesus spoke directly. കേട്ടോ ഞാൻ പറഞ്ഞർത്ഥം? Amen. കാര്യം മനസ്സിലായി നോക്ക്? ഇത് വ്യക്തമാകുന്നുണ്ടോ? ഇത് വ്യക്തമാകുന്നുണ്ടോ? Is this clear? ഒരു മനുഷ്യൻ ദൈവത്തിന്റെ ഹിതത്തിൽ നടന്നു. One man, he walked according to the heart of the Father. ഒത്തിരി കുറവുണ്ടായ മനുഷ്യൻ. A man with lot of shortcomings. തൻ്റെ ഭാര്യയെ കുറിച്ച് കള്ളം പറഞ്ഞ മനുഷ്യൻ. The man who lied about his wife. ശരിയല്ലേ?
അത് തന്നെ മകനും പറഞ്ഞു. And the same lie the son also repeated. അത്ര നല്ല വിശുദ്ധമായ പാരമ്പര്യം നോടില്ല. So there's no history of holiness. കുറവുള്ള മനുഷ്യൻ. He's a man with a lot of shortcomings. പക്ഷേ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, But after he came to know God, ദൈവം തന്റെ വഴി വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ, after God revealed his ways before Abraham, അതെല്ലാം അങ്ങ് വിശ്വസിച്ചു. he believed in everything. എല്ലാം വിശ്വസിച്ചു. He believed everything. ദൈവഹിതത്തിൽ നടക്കാൻ തുടങ്ങി. And he began to walk according to the heart of God. ദൈവത്തിന്റെ ടെസ്റ്റിലൊക്കെ അവൻ ജയിച്ചു. And he won all the tests of God. അവൻ ദൈവത്തിന്റെ പ്രവാചകനായി. And he became the prophet of God. ആ ദൈവത്തിന്റെ സ്നേഹിതനായി. He became the friend of God. അവനിലൂടെ ദൈവം ലോകത്തെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. And now God is blessing the world through Abraham. അബ്രഹാമിന്റെ സന്തതിയിലൂടെ ദൈവം ലോകത്തെ അനുഗ്രഹിക്കുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ്. There is a prophecy that God will bless the world through the descendants of Abraham. ആ അബ്രഹാമിന്റെ സന്തതിയാണ് കർത്താവായ യേശുക്രിസ്തു. And Jesus Christ is a descendant of Abraham. അത് ഗലാത്യർ ലേഖനത്തിലൊക്കെ പൗലോസ് വ്യക്തമായി പറയുകയാണ്. And we can see that clearly by Apostle Paul written in Galatians. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ ദൈവത്തിന്റെ സമ്പൂർണമായ ഹിതമനുസരിച്ചാൽ അവനിലൂടെ ദൈവം ലോകത്തെ അനുഗ്രഹിക്കും. If one man obeys the heart of God completely, through him God will bless the entire world. എന്നെ കേൾക്കണം. Please listen to me. ഒരു മനുഷ്യൻ ദൈവത്തിന്റെ സമ്പൂർണമായ ഹിതത്തിലേക്ക് വന്നാൽ അവന്റെ തലമുറയിലൂടെ അല്ലെങ്കിൽ അവനിലൂടെ ദൈവം സകല മനുഷ്യനെയും അനുഗ്രഹിക്കും. If one man, if he comes to the perfect will of God, God will bless the entire world through him or through his generations. ചരിത്രത്തിൽ ദൈവം ഉപയോഗിച്ച മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ വേണ്ടി ദൈവം ഉപയോഗിച്ച എല്ലാ പുരുഷന്മാരും ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതത്തിലേക്ക് കയറി വന്നവരാണ്. Every person God used to bless the world, they have come into the perfect will of God. എന്തുകൊണ്ടാ പൗലോസ് അപ്പോസ്തലനിലൂടെ ദൈവം നമ്മെ അനുഗ്രഹിച്ചത്? Why did God bless us through the Apostle Paul? അദ്ദേഹം എഴുതിയ എഴുത്തുകളാണ് നാം ദൈവത്തിന്റെ വചനമായി ഇന്ന് പ്രസംഗിക്കുന്നത്. His writings are what we consider today as the word of God and we preach daily here. എന്താ കാരണം? What is the reason? അദ്ദേഹം ദൈവത്തിന്റെ ഹിതത്തിൽ കയറി നിന്നു. Because he stood in the perfect will of God. ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതം അദ്ദേഹം നിവർത്തിച്ചതുകൊണ്ട് അദ്ദേഹത്തിലൂടെ അന്നുള്ള തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു. ഇന്നത്തെ തലമുറയും ആ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുക. Because he stood in the perfect will of God, through him God blessed that generation and still today he's blessing everyone. ഹല്ലേലൂയ. Amen. ഈ തലമുറയിൽ ദൈവം നമ്മളെ അതിനായി കണ്ടിരിക്കുക. And God has seen us for this very purpose in this generation. ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതത്തെ തിരിച്ചറിയാൻ വേണ്ടി അവൻ നമ്മളെ കണ്ടിരിക്കുക. He has chosen us or seen us to understand all his perfect will. ആ സമ്പൂർണ്ണ ഹിതത്തെ തിരിച്ചറിഞ്ഞ് അത് അനുസരിക്കാൻ വേണ്ടി ദൈവം നമ്മെ കണ്ടിരിക്കുക. He has seen us that we might know his perfect will and obey his perfect will. ആ സമ്പൂർണ്ണ ഹിതത്തിനു വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക. And now the Holy Spirit is strengthening us that we may obey his perfect will. ദൈവം സഭയെ അതിനു വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക. The Lord is preparing his church. ആ സമ്പൂർണ്ണ ഹിതത്തിൽ നാം പ്രവേശിച്ചു കഴിയുമ്പോൾ നമ്മിലൂടെ ദൈവത്തിന്റെ ഷെക്കീന ഗ്ലോറി വെളിപ്പെടാൻ തുടങ്ങും. And when we enter into the perfect will of God, we will manifest in our midst the Shekinah glory of God. ആ ഒരു വ്യക്തിയിലൂടെ ദൈവം ഇന്നുള്ള ദൈവസഭകളെ അനുഗ്രഹിക്കാൻ വേണ്ടി പോവുകയാണ്. And through one person he will bless all the churches today. ഹല്ലേലൂയ. ആ ഒരു വ്യക്തിയിലൂടെ ദൈവത്തിന്റെ സമ്പൂർണ്ണഹിതമായ ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതം നിറവേറ്റുന്ന സമ്പൂർണ്ണ ഹിതത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയിലൂടെ ദൈവം ലോകത്തെ കീഴ്മേൽ മറിക്കാൻ വേണ്ടി പോവുകയാണ്. He is going to reign over the whole world through one person who will submit himself to the perfect will of God. ഹല്ലേലൂയ. Hallelujah. ദൈവം നമ്മളെ അതിനുവേണ്ടി കണ്ടിരിക്കുക. He has seen us for this purpose. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും അതിനുവേണ്ടി കണ്ടിരിക്കുക. God has seen each one of you seated here for this very purpose. ഓൺലൈനിൽ ഇപ്പോൾ
ഇപ്പോൾ എന്നെ കേൾക്കുന്നവർ, ഇനി എന്നെ കേൾക്കാൻ പോകുന്നവർ, നിങ്ങൾ ഈ പ്രസംഗം കേൾക്കുന്നെങ്കിൽ നിങ്ങൾ യാദൃശികമായി ഇവിടെ വന്നവരല്ല. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു വലിയ പദ്ധതിയുണ്ടെന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളോട് ദൂത് പറയുകയാണ്. Everyone who is hearing me in this through the online or will come to hear me, you have not come across this message accidentally, but God has chosen you for this very purpose. ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഹിതം പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. The will of God, the perfect will of God, Holy Spirit is revealing that to us. ലോകസ്ഥാപനത്തിന് മുന്നമേ നമ്മൾ ചെയ്യേണ്ട സകല കാര്യങ്ങളും പിതാവാം ദൈവം ഒരുക്കി വച്ചിരിക്കുക. The Father God has prepared everything even before the foundation of the world, of all the things we are to do. ഞാൻ ഇങ്ങനെ ഒരു ദൈവത്തെക്കുറിച്ച് വേറെ എങ്ങും കേട്ടിട്ടില്ല. I have not heard about such a God anywhere else. ഇന്ന് ഞാൻ ചെയ്യേണ്ട സകല കാര്യങ്ങളും ലോകസ്ഥാപനത്തിന് മുന്നമേ ഒരുക്കി വച്ചൊരു ദൈവം. A God who prepared everything even before the foundation of the world, of the things which I am to do today. ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലിൽ ഞാൻ ജീവിച്ചാൽ മതി, എനിക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും അപ്പോൾ വന്നുകൊണ്ടിരിക്കും. I need only to walk in the perfect will of God, and all the blessings, everything I need will be fulfilled on its own time. നമ്മൾ സമ്പത്തിനെ കുറിച്ച് ഭാരപ്പെടുന്നെങ്കിൽ അതിനർത്ഥം നമ്മൾ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ് അല്ല, ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതത്തിലല്ല ഇപ്പോൾ ജീവിക്കുന്നത്. If we are burdened in regards to our finances, it means we are not in the perfect will of God. നിങ്ങൾ എന്തിനെ ചൊല്ലിയെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ, ആകുല ചിത്തരാകുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതത്തിലല്ല എന്നാണ്. If you are burdened by or for any kind of things, you are not walking in the perfect will of God. നിങ്ങൾ നാളെ കുറിച്ചോർത്ത് ആകുല ചിത്തരാകുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതത്തിലല്ല എന്നാണ്. If you are being anxious about tomorrow, it means that you are not in the perfect will of God. നിങ്ങൾ ഭയത്തിൽ നിറഞ്ഞിരിക്കുന്നെങ്കിൽ, ഭയത്താൽ പിടിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ദൈവത്തിന്റെ സമ്പൂർണ്ണമായ ഹിതത്തിൽ അല്ല എന്നാണ്. If you are bound by fear, if you're filled with fear, it means you are not walking in the perfect will of God. നിങ്ങൾ അസ്വസ്ഥതയിലും ഭയത്തിലും ഭാരത്തിലും നിരാശയിലും കയ്പിലും കോപത്തിലുമാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ദൈവത്തിന്റെ സമ്പൂർണ്ണമായ ഹിതം തിരിച്ചറിഞ്ഞില്ല എന്നാണ്. If you are restless, if you are in bitterness, in anxiousness and depression, it means you are not in the will of God. മോശ ദൈവത്തിന്റെ വഴി ചോദിച്ചു, കർത്താവേ നിന്റെ വഴി എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞു. Moses once asked God to show him his way. അത് കനാൻ നാട്ടിലോട്ടുള്ള വഴിയല്ല ചോദിച്ചത്. He was not asking about the way to Canaan. ആമേൻ. Amen. മോശയ്ക്ക് വഴിക്ക് നല്ല നിശ്ചയമുണ്ട്. Moses is very sure of the way. മോശ പറയാ, ദൈവമേ യഹോവയാം ദൈവമേ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. Moses said, God, show me your way. ദൈവം പറഞ്ഞു, നിശ്ചയമായിട്ടും എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ വരും. And God replied, assuredly my presence will go with you. ഞാൻ നിനക്ക് സ്വസ്ഥത തരും. And I'll give you rest. എന്താ അർത്ഥം? What is the meaning? ദൈവത്തിന്റെ വഴിയിൽ ഒരുവൻ നടന്നാൽ അവന് ലഭിക്കുന്ന അനുഗ്രഹമാണ് സ്വസ്ഥത. If a man walks in the way of God, what he receives, the blessing he receives is rest. ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതത്തിൽ ഒരുവൻ നടന്നാൽ അവന് ലഭിക്കുന്ന അനുഗ്രഹമാണ് ഇറ്റേണൽ റെസ്റ്റ്, സ്വസ്ഥത. When a person walks in the will of God, in the ways of God, what he receives is eternal rest. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും നാം ഈ കാര്യം വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. We have learned about this very clearly from book of Hebrews chapter 3 and നാം chapter 4. ദൈവത്തെ അനുസരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് സ്വസ്ഥത. When we obey God, this is one thing we receive, that is rest. ആമേൻ. Amen. നാം ദൈവത്തെ അനുസരിക്കുമ്പോൾ, അതായത് ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതത്തിൽ നടക്കുമ്പോൾ, ഒന്നും കൂടെ വ്യക്തമാക്കിയാൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ നടക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ് നിത്യമായ സ്വസ്ഥത. If we obey God, or if we are walking in the perfect will of God, or to make it more clear that we are walking according to the Holy Spirit, what we receive is rest of God. Amen. Amen. സ്വസ്ഥത. Rest. സ്വസ്ഥത ഇല്ലെങ്കിൽ അർത്ഥം എന്താ?
if we don't have rest, what is the meaning? നാം ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഹിതത്തിലല്ല ജീവിക്കുന്നത്. It means we are not living in the perfect will of God. മോശ ദൈവത്തോട് അവൻ്റെ വഴി കാണിക്കാൻ പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ എൻ്റെ സാന്നിധ്യം നിനക്ക് തരും, എൻ്റെ സാന്നിധ്യം കൂടെ പോരും, നീ സ്വസ്ഥനാകും. When Moses asked God that he may show him his ways, God replied that my presence will go with you and you will have rest. 40 വർഷം മോശ നടന്നത് അസ്വസ്ഥതയില്ല. And Moses walked those 40 years in the rest of God. 12 പ്രാവശ്യം മാത്രമേ ജനങ്ങൾ അവനെ കോപിപ്പിച്ചപ്പോൾ അവൻ തെറ്റിയിട്ടുള്ളൂ. Only 2 or 3 times he wronged because of the provocation of this multitudes. ജനങ്ങൾ നിമിത്തമാണത്. It was because of the people. അല്ലെങ്കിൽ അവനെ പോലെ സൗമ്യനായി ഒരു വ്യക്തി ഭൂമിയിലില്ല. Or else there's no other man as humble as Moses. അകത്ത് സ്വസ്ഥത വരുമ്പോഴാണ് സൗമ്യത വെളിപ്പെടുന്നത്. Only when the rest comes in us is when the humbleness will come out. ഹല്ലേലൂയ. Amen. ദൈവഹിതത്തിൽ സമ്പൂർണ്ണ ഹിതത്തിൽ നടക്കുമ്പോൾ, ആ അനുസരണത്തിൽ വരുമ്പോൾ നമ്മുടെ അകത്ത് തികഞ്ഞ സ്വസ്ഥതയുണ്ടാകുന്നു. When we walk and become fully obedient to the will of God, that time we will receive the eternal rest of God. ആ സ്വസ്ഥതയിൽ ജീവിക്കുമ്പോൾ നമ്മിൽ വെളിപ്പെടുന്ന ഒരു ഗുണമാണ് സൗമ്യത, പേഷ്യൻസ്, എൻഡ്യൂറൻസ്, പെർസിവിയറൻസ്, സഹിഷ്ണുത എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. And when we receive this rest, one fruit that will manifest is humbleness or perseverance and endurance. ദൈവത്തിന്റെ പ്രവൃത്തി വേഗത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. The will of God will surely fulfill in our midst in a short while. ദൈവം നോക്കുന്നത് അവന്റെ സമ്പൂർണ്ണ ഹിതത്തിൽ നടക്കുന്ന വ്യക്തികളെയാണ്. God is looking out for people who will walk in his perfect will. അതായത് പരിശുദ്ധാത്മാവിൽ മാത്രം നടക്കുന്ന വ്യക്തികളെയാണ്. That is people who walk only according to the Holy Spirit. അവരുടെ കയ്യിൽ തന്റെ ഷെഖൈന ഗ്ലോറി, തന്റെ കാബോദ്, തന്റെ തേജസ് ദൈവം ഏൽപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. And God is going to impart his glory, his Shekinah glory, his kabod to such people. നമ്മൾ ഒരു ചെറിയ കൂട്ടമാണ് ഇന്ന്. Today we are a small number. എന്നാൽ ദൈവം നമ്മെ അങ്ങനെ അവന്റെ ഷെഖൈന ഗ്ലോറി ഏൽപ്പിക്കുവാൻ തക്കവണ്ണം സമ്പൂർണ്ണ ഹിതത്തിൽ അനുസരിപ്പാൻ തക്കവണ്ണം നടത്തിക്കൊണ്ടിരിക്കുക. But God is guiding us in those ways that he may prepare us, that he may entrust his glory in our hands. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. Now let us arise, for we need to pray in the presence of നിങ്ങൾ God. ദൈവത്തിന്റെ വചനം ഇപ്പോൾ കേട്ടവരാണ്. You have now heard the message of God. നമ്മളിപ്പോൾ സമ്പൂർണ്ണമായ അനുസരണത്തിലല്ല ജീവിക്കുന്നത്. We are not at this moment living in complete submission. നമ്മുടെ അനുസരണം ഇപ്പോൾ പൂർത്തിയായിട്ടില്ല. Our obedience is not yet fulfilled. ഇപ്പോഴും നമുക്ക് അനുസരണ കേടുകളുണ്ട്. Till now we have disobedience. പക്ഷേ നമ്മുടെ അനുസരണം പൂർണ്ണമാകും. But a day will come that our obedience will be fulfilled. നമ്മൾ ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതത്തിൽ ജീവിക്കാൻ തുടങ്ങും. And we will walk in the complete will of God. നമ്മൾ ദൈവത്തിന്റെ നിത്യമായ വിശ്രമത്തിൽ പ്രവേശിക്കും. And we will enter the complete rest of God. മോശെ പോലെ അല്ല, അപ്പുറമായി പറഞ്ഞാൽ യേശു കർത്താവിനെ പോലെ നമ്മൾ രൂപാന്തരപ്പെട്ടിരിക്കും. And we will become transformed like Jesus Christ. യേശു കർത്താവിൽ തന്റെ തേജസ് കൊടുത്തതുപോലെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി ഇറങ്ങി വാസം ചെയ്തതുപോലെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ഷെഖൈന ഗ്ലോറിയായി നമ്മിലേക്ക് ഇറങ്ങി വെളിപ്പെടാൻ തുടങ്ങും. As God gave his glory to Jesus, as the fullness of God dwelt in the bodily form of Jesus, the same way Holy Spirit is going to come and dwell in us completely. ദൈവം നമ്മിൽ പ്രസാദിക്കും. God himself will be pleased in us. ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ദൈവ ശബ്ദം വ്യക്തിപരമായി നമ്മൾ കേൾക്കാൻ തുടങ്ങും. We will individually hear the clear voice of God saying, "This is my beloved son, I am well pleased in him." കുറവുകളുള്ള ഒരു സാധാരണ മനുഷ്യൻ അബ്രഹാം ദൈവത്തിന്റെ കൂടെ നടന്ന് അവന്റെ ഹിതം തിരിച്ചറിഞ്ഞ് വിശ്വസിച്ച് ദൈവത്തിന്റെ ഹിതമെല്ലാം നിവർത്തിച്ചതുകൊണ്ട്, വിശ്വാസത്താൽ ജീവിച്ചതുകൊണ്ട് അവൻ ദൈവത്തിന്റെ സ്നേഹിതനായി മാറി. അബ്രഹാമിലൂടെ ദൈവം ലോകത്തെ ഇന്നും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. One man, Abraham, who had a lot of shortcomings, he chose to walk in all the ways of God, obeyed the perfect will of God, and he has entered into the rest of God. Through him,
God is still blessing the entire world. ഹല്ലേലൂയ. Hallelujah. അബ്രഹാം നമ്മുടെ പിതാവായി തീർന്നത് ആ ഒറ്റ സവിശേഷമായ അനുസരണം കൊണ്ടാണ്. It is through his obedience Abraham became our father. നമ്മൾ അബ്രഹാമിനെ നമ്മുടെ പിതാവ് എന്ന് വിളിക്കുകയല്ലേ? Are we not calling him as father? വിശ്വാസിയുടെ പിതാവാണ് അവൻ. He is the father of the believers. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. എത്ര പേർ ഇന്ന് ദൈവത്തോട് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും? How many of us will pray to God for his grace? സമ്പൂർണ്ണ ദൈവത്തിന്റെ ഹിതത്തിലേക്ക് പ്രവേശിപ്പാൻ എത്ര പേർ സമർപ്പിക്കും? How many of us will submit themselves that we may enter into the perfect will of God? ദൈവത്തിന്റെ എല്ലാ വചനങ്ങളും അനുസരിപ്പാൻ എനിക്ക് കൃപ വേണമെന്ന് എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും? How many of us will ask God in prayer that I need the grace, I need your grace to obey you? എൻ്റെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിയോഗങ്ങളിൽ ഓരോ സെക്കൻഡുകളും ജീവിപ്പാൻ കൃപ വേണമെന്ന് എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും? How many of us will pray to God that we need your grace that we may walk according to the indwelling Holy Spirit? ആ വിശുദ്ധ കരങ്ങളൊന്ന് ഉയർത്തി പ്രാർത്ഥിക്കാമോ? Can you lift up your holy hands and pray? ഒരു നിമിഷം സ്തോത്രം ചെയ്യാമോ? Can you give thanks to God? ഒന്ന് ഹൃദയം വിട്ടുകൊടുക്കാമോ? Can you give up your heart? നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. You are selected, you are chosen by God. ഇപ്പോൾ പല കുറവുകളും വീഴ്ചകളും ഒക്കെ നിങ്ങൾക്കുണ്ട്. Maybe at this moment you have a lot of failures and shortcomings. അതൊന്നും ദൈവം കണക്കിടുന്നില്ല. But God is not seeing all of അവൻ that. നിങ്ങളുടെ ഹൃദയം മാത്രം ചോദിക്കുക. He's only asking you for your heart, സമർപ്പണമുള്ള ഹൃദയം, a heart of submission, ആഗ്രഹമുള്ള ഹൃദയം, a heart of desire, ദൈവത്തെ അനുസരിക്കാൻ താല്പര്യമുള്ള ഹൃദയം. a heart that is interested in obeying God. ദൈവത്തിന്റെ ആത്മാവിടെ കൂടെയുണ്ട്. The Spirit of God is with you. വചനം നിങ്ങളുടെ കൂടെയുണ്ട്. The Word of God is with you. ദൈവശക്തി നിങ്ങളുടെ The കൂടെയുണ്ട്. power of God is with you. നിങ്ങളെ ശുശ്രൂഷിപ്പാൻ ദൂതന്മാർ കൂടെയുണ്ട്. The angels that will minister to you is with us. ദൈവത്തിന്റെ തേജസ് നമ്മിലേക്ക് തരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ആഗ്രഹത്തോടെ നോക്കിക്കൊണ്ടിരിക്കുക. God is looking with longing towards us that he may give us his glory. നമ്മുടെ സൗഖ്യം ഒന്ന് പൂർണ്ണമാകാൻ, വിശുദ്ധീകരണം പൂർണ്ണമാകാൻ, അനുസരണം പൂർണ്ണമാകാൻ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. He is looking at us that our sanctification will be completed, our obedience will be completed. സ്വർഗ്ഗപിതാവേ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. Abba, Father, we pray ഞങ്ങൾ ഇന്ന് together. കേട്ട വചനപ്രകാരം ഞങ്ങൾ സമർപ്പിക്കുന്നു. Lord, we submit ourselves according to the scripture we heard today. അവിടുത്തെ സമ്പൂർണ്ണ ഹിതം ഞങ്ങളിൽ വെളിപ്പെടാൻ വേണ്ടി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. We pray and submit ourselves that your perfect will be happening in ഞങ്ങളുടെ us. ഹിതമല്ല, അങ്ങയുടെ ഹിതം മാത്രം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. We pray that not our will but your will alone be done. ഞങ്ങൾ നിന്റെ സകല കൽപ്പനകളും അനുസരിക്കാൻ വേണ്ടി സമർപ്പിക്കുന്നു. We submit ourselves that we may obey every of your commandments. ഞങ്ങളുടെ അനുസരണത്തെ വേഗത്തിൽ പൂർണ്ണമാക്കാൻ കൃപ തരണമേ. Lord, give us grace that we may fulfill our obedience in a short ആ while. നിത്യ സ്വസ്ഥത അനുഭവിക്കാൻ കൃപ തരണമേ. Give us grace that we may be able to experience your eternal rest. ഇന്ന് ഞങ്ങളെ ബലപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. Lord, we pray that you will strengthen us. Oh, we wait upon you, Father God. Holy Spirit, ദൈവാത്മാവേ, ഞങ്ങൾ നിനക്കായി കാത്തിരിക്കുന്നു. Holy Spirit of God, we wait upon you. We wait for you. ഞങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വരണമേ. We pray that you will come in our midst. കേട്ട വചനത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. We pray that you will help us to walk according to the word we hear today. ഞങ്ങളുടെ അനുസരണത്തെ പൂർത്തീകരിക്കണമേ. Lord, fulfill our obedience. നിന്റെ വഴി ഞങ്ങളെ അറിയിക്കണമേ. Show us your ways. ഞങ്ങൾ ഇനി ബുദ്ധിയിലല്ല, ജഡത്തിലല്ല, ആത്മാവിൽ അത്ര ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു. We desire to walk in the Spirit, not in our flesh and not according to our mind. Hallelujah. Hallelujah. Hallelujah.